വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ഉണ്ടേൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇപ്പോൾ ചക്കേൻ്റെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരുവൊക്കെ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. എന്നാൽ ചക്കയൊക്കെ ഒരുപാടുള്ള വീടുകളിലാണെങ്കിൽ ചക്കക്കുരുവൊക്കെ പല ആൾക്കാരും കളയുന്ന കാണാറുണ്ട്. എന്നാൽ നമുക്ക് ചക്കക്കുരുവൊക്കെ ഒരുപാട് കാലം, പ്രത്യേകിച്ചിട്ട് ഒരു വർഷങ്ങളോ ഒക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഐഡിയാസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല റെസിപ്പീസ് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വളരെ നല്ലതാണ് നമ്മളെ ഹെൽത്തിന് ഇത് കഴിക്കുന്നത്. ഇപ്പോൾ പണ്ട് നമ്മളെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് വൈകുന്നേരം ചായക്ക് സാധാരണ നമ്മൾ ചക്കക്കുരുവൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാറില്ലേ, അതുപോലെ അടുപ്പിലൊക്കെ ഇട്ട് ചുട്ടിട്ട് കഴിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക് പ്രത്യേകിച്ച് അറിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ചക്കക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ഒരു ചക്കക്കുരു. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി ചായക്കുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്, അതായത് ചക്കക്കുരു ഉണ്ട. അപ്പോൾ 4 മണി ചായക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അരിയുണ്ട പോലെ തന്നെയുള്ള ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള ഉണ്ടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി ഒന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അരി വറുത്തെടുക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മളൊരു 1/2 കപ്പ് കുത്തരിയാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അരി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല, അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു അരി ആയതുകൊണ്ട് തന്നെ പുഴുങ്ങലരി ഏതും എടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു കുത്തരി എന്ന് പറയുന്നതിന് വറുത്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വേഗം ഇതുപോലെ ഒന്ന് പൊട്ടിക്കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് സമയം അധികം എടുക്കേണ്ടി വരും, എന്നാലും ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അരി ഒന്ന് വറുത്ത് കിട്ടും. ഇതുപോലെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അരിൻ്റെയൊക്കെ കളറ് മാറിയിട്ട് ഒരു വൈറ്റ് കളറാകും ഇതുപോലെ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി ആ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് നമുക്കതിൻ്റെ ആ ഒരു ചൂടിന് അരി നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചക്കക്കുരു ഉണ്ടാക്കുന്ന സമയത്ത് അരി എടുക്കണം എന്ന് ആവശ്യമില്ല, അരി പൊടിച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. വെറും ചക്കക്കുരു മാത്രം പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പോളം വരും. അപ്പോൾ 1/2 കപ്പ് അരിയും 1/4 കപ്പ് ചക്കക്കുരുവാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ നമ്മൾ കളയുന്നില്ല, അത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ വെയിൽ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കുറച്ചധികം ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ. അത് ഏകദേശം എനിക്കൊരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂറോളം വേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉൾഭാഗം ആയി കിട്ടാണ്ട് വരും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നല്ലോണം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞു പോകുന്ന തരത്തിലാണ് ഇതാകുക. അതുവരെ നമ്മളിതിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു പുറമേ ഉള്ള ഒരു കളറൊക്കെ ഒന്ന് മാറി വരും. അതുപോലെ ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പ് എല്ലാം അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചക്കക്കുരു നമുക്ക് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ അതങ്ങനെ പൊടിഞ്ഞ് വരും, 2 കഷ്ണമായിട്ട് വരും, നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ പാനിൽ നിന്ന് ആ ഒരു സൗണ്ട് വരും, ഒന്ന് കിളിങ്ങുന്ന പോലെയുള്ള ഒരു സൗണ്ട് വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വാൽനട്ടും അതുപോലെ ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളെ ചക്കക്കുരു ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ 2 അച്ച് ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉരുക്കിയിട്ട് അതിൻ്റെ പാനിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം അരി ഉണ്ടയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഏകദേശം ഒരു 1-2 ആഴ്ചയോളം മോശമാവാണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ശർക്കര പാനിയാക്കുമ്പോൾ കുറച്ച് നമ്മൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സാധാരണ കുറച്ച് ആ ഒരു വലിച്ചിൽ കിട്ടും. അതായത് നമ്മൾ ആ ഒരു വിണ്ടിയൊക്കെ കഴിക്കുന്നില്ലേ, വിണ്ടി അതുപോലെ ഓയിൽച്ചൊക്കെ കഴിക്കുന്നില്ല, അതുപോലെയുള്ള കുറച്ചൊരു വലിച്ചിൽ കിട്ടും. അതുകൊണ്ട് കുറച്ച് നല്ലോണം നമ്മൾ കട്ടിയിൽ ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ട് നല്ല പത പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ചക്കക്കുരും ഒക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു എണ്ണ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് ഇത് ഉണ്ടാവുക. വെറും ചക്കക്കുരു മാത്രം പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ നല്ല പൗഡർ ഫോമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും.
അതുപോലെ തന്നെ ഈ ഒരു സമയം അരിയും തണുത്തതിന് ശേഷം നമ്മളൊന്ന് നൈസായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഒരുപാട് നൈസാക്കരുത്. അരി പൊടിക്കുന്ന സമയത്ത് കുറച്ച് തരിതരിപ്പായിട്ട് വേണം, എന്നാലും മാത്രമേ നമ്മൾ അത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ച് വെക്കാൻ. ഇനി നമുക്ക് ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ഒരു അടികട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പശുനെയ്യ് കുറച്ച് അധികമായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിന് വളരെ നല്ലത് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ പച്ചക്ക് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഉണ്ട പെട്ടെന്ന് ചീത്തയാവാണ്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങ് കളറ് മാറി വരേണ്ട, അതിൻ്റെ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ കളറില്ലേ ഒരു ബ്രൗൺ കളറാവില്ലേ, ചെറിയൊരു കളറ് മാറ്റാം, അത്ര മാത്രം മതിയാകും. അപ്പോൾ ഇതൊക്കെ കരിഞ്ഞു പോവാണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാവുന്ന കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചക്കക്കുരുവിൻ്റെയും കാഷ്യൂനട്ട് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചക്കക്കുരു കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയിട്ട് ചക്കക്കുരു പൗഡറായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനൊക്കെ പറ്റും. അതുപോലെ കാഷ്യൂനട്ട് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ഞാനിതിലേക്ക് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയും കൂടിയും ചേർത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ ശർക്കര പാനി ഉണ്ടല്ലോ നേരത്തെ അരിച്ച് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നിങ്ങൾ കുറച്ച് ബാക്കി വെച്ചോ ആദ്യം. പക്ഷേ എനിക്ക് കറക്റ്റ് അളവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിന് ആദ്യം. അപ്പോൾ ശർക്കരപ്പാനി എല്ലാം കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അരിപ്പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം മാത്രം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണിയാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ചെറിയ ഒന്ന് ചൂട് വേണം കേട്ടോ, ഒരുപാടങ്ങ് തണിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ നമുക്ക് പൊള്ളാത്ത വിധത്തിലൊരു ചൂടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അങ്ങനെ കയ്യിൽ പറ്റുന്നൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുമൊന്നുമില്ല. കയ്യിൽ വേണമെങ്കിൽ ഒന്ന് പശുനെയ്യോ എണ്ണയോ തടാം. അപ്പോൾ നല്ല വെളിച്ചലുണ്ടാകും. നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വിണ്ടിയ പോലത്തെ വെളിച്ചലല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചൊന്ന് വെളിച്ചലുണ്ടാകും. നമ്മൾ ആ ഒരു ശർക്കരപ്പാനി കട്ടിയിൽ കുറച്ച് പാവ് പോലെ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ. അപ്പോൾ എത്ര കഴിച്ചാലും മടുക്കാത്ത തരത്തിലുള്ള ചക്കക്കുരു ഉണ്ടയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ചക്കക്കുരു കിട്ടുന്ന സീസണിൽ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ ചക്കക്കുരു വളരെ നല്ലതാണ്. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ BP കുറക്കാനൊക്കെ നല്ലതാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചക്കക്കുരു കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീനും കാൽസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ കാൽസ്യം നിങ്ങൾക്കറിയാലോ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലിനും പല്ലിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ചക്കക്കുരു വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു 4 മണി പലഹാരം തന്നെയാണിത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്